പിക്സൽ ലാബിൽ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഭാഗം ഉള്ളിലും ബാക്കി പുറത്തും വരുന്ന ഇമേജുകൾ എങ്ങനെ കൊണ്ടുവരാം. നമുക്ക് ഡിസൈനുകളൊക്കെ ഉപകാരപ്പെടുന്ന ഒരു രൂപമാണ്. ഒരുപാട് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഞാനതിന് ആദ്യം ഒരു PNG പിക്ചർ കൊണ്ടുവരാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ഈ റൗണ്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊന്ന് കറക്റ്റ് എന്താ ഞാൻ ഇത്ര എടുക്കുന്നുള്ളേ, ഇത്ര എടുത്തിട്ട് ടിക്ക് കൊടുക്കുന്നു. ഈ രൂപത്തിലാണ് ഇത് വന്നത്. ഇതിൻ്റെ സൈസ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ ഉണ്ടാകും 62-53. ഇതിലേക്ക് കറക്റ്റായിട്ട് എനിക്കൊരു റൗണ്ട് ഞാൻ സെലക്ട് ചെയ്യാണ്. അത് നമ്മൾ ഷേപ്പ് ടൂള് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാനത് റൗണ്ടാക്കി കൊടുത്തു. ഒരു കളറ് അതിന് പിക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതിൻ്റെ സൈസ് നമുക്ക് നേരത്തെ 62 അല്ലേ, അതേ സൈസ് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൈസ് 62. ഓക്കെ, അത് കറക്റ്റ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറാക്കാം. ഞാനിവിടെ ഇത് പിക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഈ സ്റ്റുഡൻസിനെ കൊണ്ടുവരാം. ഇപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് രണ്ടൊന്ന് സെൻറ്ററിൽ ചെയ്ത് നോക്കാം. അതുപോലെ റൗണ്ടും കറക്റ്റ് സെൻറ്ററാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പകുതിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുക്കണം. ഇതാണ് കോപ്പി. ഇത് നമുക്ക് ക്രോപ്പ് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ, എന്നിട്ടത് കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റായിരിക്കണേ. ഓക്കെ, അങ്ങനെ കണ്ടാൽ ഒരിക്കലും ഇത് തലവെട്ടിയ ഒരു രൂപമാണെന്ന് പറയാൻ കഴിയില്ല. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ഗ്രൂപ്പാക്കിയാൽ മതി. എന്നാൽ പിന്നെ പ്രശ്നമില്ല. ഗ്രൂപ്പാക്കൽ ഇവിടെ പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ നമുക്ക് ഗ്രൂപ്പാക്കാം. 3 സെലക്ട് ചെയ്ത് ടിക്ക് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഓക്കെ കൊടുത്താൽ അതൊരു ഗ്രൂപ്പായി മാറി. അത് മെർജ് ചെയ്തു കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഈ രൂപത്തിൽ ചെയ്യേണ്ടത്.